നമ്മൾ അയ്യന്മാരെല്ലാവരും കൂടി ശബരിമല പോയതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. അങ്ങനെ ഞാനിപ്പോൾ രാവിലെ പയ്യന്മാരുടെ അടുത്തേക്ക് പോകുവാണ്. ഞാനവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഭയങ്കര കാര്യമായിട്ടുള്ള ചർച്ചയിലാണ്. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഈ ചർച്ച ഇങ്ങനെ ഗ്രൂപ്പിലും അല്ലാതെയൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെ ചർച്ചയൊക്കെ അവസാനിപ്പിച്ച് നമ്മളിപ്പോൾ ബസ്സിലിടാൻ ഹാരത്തിനാവശ്യമായ ഒരു തരം ഇലച്ചെടി എടുക്കാനായിട്ട് ഇറങ്ങി. അവിടെ എത്തിയപാടെ നമ്മളെ പയ്യന്മാർ പണി തുടങ്ങി. കൊണ്ടുവന്ന ചാക്കുകൾ അത്രയും ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയത്. തിരിച്ചു പോണ വഴിക്ക് നമുക്ക് മറ്റൊരു കിട്ടുന്ന കൂടി ഈ ചെടി കിട്ടിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് സാധനം ചാക്കി കയറ്റി നമ്മൾ നേരെ ഇന്ദ്രത്തിന്റെ ഉള്ളിലോട്ട് തിരിച്ചു. അങ്ങനെ അതിനെയും കൊണ്ട് കിട്ടി ഇറക്കി വെച്ചിട്ട് നമ്മൾ പിന്നെ പോയത് ബംബ്ലീസ് എടുക്കാനായിട്ട്. ബംബ്ലീസ് പറിക്കാനായിട്ട് അച്ഛനെ നമ്മളെ നേരെ ബംബ്ലീസ് മരത്തിന്റെ ഉണ്ടല്ലോട്ട് കയറ്റി വിട്ടു. അങ്ങനെ നമുക്ക് ആവശ്യമായ ബംബ്ലീസും പറിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റോറി ഇടാൻ വേണ്ടി ചെറിയൊരു വീഡിയോ എടുക്കലാണ് പിന്നെ നടന്നത്. പ്രോ വീഡിയോഗ്രാഫർ ആണെന്ന് സ്വയമേ അവകാശപ്പെടുന്ന അച്ചു പുയ്കമുക്കിന്റെ ഡയറക്ഷനിലാണ് വീഡിയോ എടുക്കൽ അവിടെ നടന്നത്. അങ്ങനെ വീഡിയോ എടുക്കലായി കഴിഞ്ഞിട്ട് ഞാനിപ്പോ കടത്തിന്റെ കൂടെ ഒരു തുണിക്കടയിലേക്ക് വന്നേക്കുവാണ്. ശബരിമലയെ കൊണ്ടുപോകാനായിട്ട് തുണിസഞ്ചിയും അവനിടാൻ നിക്കറും വാങ്ങാനായിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് പൈസ കൊടുക്കാൻ നേരമാണ് പൈസ എടുക്കാൻ മറന്ന കാര്യം അവൻ ഓർത്തത്. അങ്ങനെ എന്നെ അവിടെ ആക്കിയിട്ട് അവൻ പൈസ എടുക്കാനായിട്ട് തിരിച്ചു പോയി. ഭാഗ്യത്തിന് അധികം പോസ്റ്റാക്കാതെ പെട്ടെന്ന് തന്നെ അവൻ പൈസ എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. അങ്ങനെ കടയിൽ പൈസയും കൊടുത്ത് വാങ്ങിച്ച സാധനം അവന്റെ വീട്ടിലും കൊണ്ട് കൊടുത്തിട്ട് നമ്മളെ വീണ്ടും പയ്യന്മാരുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു പോയി. എന്നിട്ട് ഞാനും സൈത്തും കുഞ്ചനും കുഞ്ഞാപ്പവും കൂടി ബസ്സിൽ കെട്ടാനായിട്ടുള്ള ബലൂൺ ആർച്ചിന്റെ പരിപാടികൾ ആരംഭിച്ചു. ബലൂൺ ആർച്ച് നമുക്കെല്ലാം പരിചയം ഉള്ളതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും എടുക്കാതെ ബസ്സിന്റെ ഒരു സൈഡിൽ കെട്ടാനായിട്ടുള്ള ബലൂൺ ആർച്ച് നമ്മൾ അടിച്ചു തീർത്തു. ആദ്യത്തെ സെറ്റ് ബലൂൺ ആർച്ച് അടിച്ച പോലെ തന്നെ രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞ നിമിഷം കൊണ്ട് അടിച്ചു തീർത്ത് ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഇന്ദ്രത്തിന്റെ ഉള്ളിലോട്ട് തന്നെ തിരിച്ചു വന്നു. നമ്മളെ പയ്യന്മാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഹാരത്തിന്റെ പണിയും ഒരു സൈഡിൽ നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഇന്നത്തേക്ക് അപ്പോൾ എത്രയേ ഉള്ളൂ. ബസ്സിന്റെ എൻട്രി ബാക്കി വിശേഷങ്ങളൊക്കെ പാർട്ട് 2 വീഡിയോയിൽ വരുന്നതാണ്.